നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 6 വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടെന്ന അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും അവൻ അറിഞ്ഞാൽ നീ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവൻ കളഞ്ഞിരിക്കും. പ്രസവിച്ച അമ്മയേക്കാൾ വലിയ സ്ഥാനത്താണ് ഞാൻ അമ്മയെ കണ്ടത്. അമ്മ എന്നോട് ഒരിക്കലും കള്ളം പറയില്ല എന്ന് ഞാൻ കരുതി. ഞാനൊരു മൊണ്ടിയല്ലേ. ജീവന്റെ ശബ്ദം കേട്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. ഞാൻ കണ്ടത് ജീവനെയാണെന്ന് ഞാൻ തർക്കിച്ചതല്ല. എന്നിട്ടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ എന്നോട്. അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതാമായിരുന്നില്ലേ? എന്തിനാ ഇത്രയും പേര് ഒന്നിച്ചു കൊലക്കി കൊടുത്തത്? ഇതിൽ നിന്നും ആർക്കമ്മയെ രക്ഷപ്പെടാൻ പറ്റുക? അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞത് സത്യമാണ്. ഞാൻ അവന്റെ അടുത്ത് പോയിരുന്നു എന്നുള്ളതും സത്യോ. പക്ഷെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നപ്പോ അവന് നിന്നെ കൊല്ലണമായിരുന്നു. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണമായിരുന്നു. നിന്നെ അവനെ കൊല്ലാൻ വിട്ടു കൊടുക്കണമായിരുന്നു. നീ പറഞ്ഞില്ലേ, നിന്നെ പ്രസവിച്ച അമ്മയേക്കാൾ നീ എന്നെ സ്നേഹിച്ചുവെന്ന്. ഞാൻ പ്രസവിച്ച മകനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഞാനൊരു സ്വാർത്ഥയായിരുന്നെങ്കിൽ എന്റെ മകനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് അവനെ സ്നേഹിക്കാൻ തുടങ്ങാമായിരുന്നില്ലേ? ചെയ്തോ ഞാൻ? അവനിൽ നിന്നും നിന്നെ മറച്ചു വെക്കാൻ എനിക്ക് ഈ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നറിഞ്ഞ അവൻ നിന്നെ തൊടില്ല എന്നുള്ളൊരു ധൈര്യം
എനിക്ക് വേണം നിന്നെ. നിനക്കൊരു ജീവിതം വേണം. വേണ്ട, എന്നെ കൊന്നി കലിയടങ്ങുമെങ്കില് ജീവൻ എന്നെ കൊന്നോട്ടെ അമ്മേ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇത്രയും കാലം കരഞ്ഞു. ഇനി ആ കരച്ചിൽ അവസാനിക്കട്ടെ. എന്തു ദൈവഭാഗ്യത്തിന് ഹരിയോട് എന്റെ കഴുത്തിൽ താലി കെട്ടരുതെന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു സത്യം ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലേ? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. വേറൊരു താലി ഞാൻ കഴുത്തിൽ അണിഞ്ഞൂടാ. ഞാൻ കഴുത്തിൽ അണിഞ്ഞൂടേ. ജീവനെ സംബന്ധിച്ച് നീ ഇപ്പൊ ഹരിയുടെ ഭാര്യയാണ്. 6 വർഷമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടെന്ന അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും അവൻ അറിഞ്ഞാൽ നീ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവൻ കളഞ്ഞിരിക്കും. ഹരി, നീ ഇങ്ങ് വന്നേ മോനെ. നീ ഇരിക്കേ. നീ ഒന്ന് കാര്യമായിട്ട് എടുക്കണ്ട. പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും കടുത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ജന്മത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലേ അമ്മാവ? ഞാൻ കുറെ നേരമായിട്ട് ചിന്തിക്കുകയായിരുന്നു, ആരുടെയാ കുഴപ്പമൊന്നും, വീണയുടെയാണോ നിത്യയുടെയാണോ ജീവന്റെയാണോ എന്ന്. എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.